എല്ലാവർക്കും സുഖാണോ? ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഹോപ്പിംഗ് ഫ്രോഗ് പോയത്തിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, നമ്മൾ അതിന്റെ ബാക്കി ആക്ടിവിറ്റീസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. പേജ് നമ്പർ 13 എടുത്തേ. 1, 3, 13 എടുത്തോ. നോക്കിയേ, ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ. പേജ് നമ്പർ 13-ലെ സൗണ്ട്സ് ആൻഡ് പ്രൊനൗൺസിയേഷൻ. സൗണ്ട്സ് ആൻഡ് പ്രൊനൗൺസിയേഷൻ. റീഡ് ദ ഫോളോയിങ് വേർഡ് പെയർ അലൗഡ്. തന്നിരിക്കുന്ന വേർഡ്സ് കണ്ടോ? പെയർ വേർഡ്സ് ആണ്. നോക്കിയേ, ഫ്രോഗ്, ടോഡ്, ഹോപ്പ്, ഹോപ്പ്, ഗോട്ട്, കോട്ട്. നോക്കിയേ, ഈ വേർഡ് പെയേഴ്സ് നോക്കിയേ. നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ വേർഡ് പെയർ ലൗഡ് ഒച്ചത്തിൽ വായിക്കുക. ഫ്രോഗ്, ടോഡ്, ഫ്രോഗ്. നോക്കിയേ, FROG, ഫ്രോഗ്. ഓ കണ്ടോ? മിഡിൽ സൗണ്ട് ഏതാണ്? ഓ. ടോഡ്, TOAD, ടോഡ്. മിഡിൽ സൗണ്ട് ഇതിൻ്റെ ഈ വേർഡിൻ്റെ മിഡിൽ സൗണ്ട് എവിടെയാണ്? OA. നോക്കിയേ, OA ആണ് മിഡിൽ സൗണ്ട്. ഫ്രോഗ്, ടോഡ് കണ്ടോ? ദെൻ നോക്കിയേ, ഹോപ്പ്, HOP, ഹോപ്പ്. നോക്കൂ, HOPE, ഹോപ്പ്, ഹോപ്പ്. മിഡിൽ സൗണ്ട്സ് രണ്ടിനും O ആണല്ലേ? ഹോപ്പ്, ഹോപ്പ്. നോക്കൂ, ഗോട്ട്, കോട്ട്, കോട്ട്, കോട്ട്. നോക്കൂ, മിഡിൽ സൗണ്ട് OA, കോട്ട്, കോട്ട്, ഗോട്ട്. ഓ ആണല്ലേ ഇതിൻ്റെ മിഡിൽ സൗണ്ട്. നോക്കിയേ, ഗോട്ട്, കോട്ട്. നെക്സ്റ്റ് പേജ് നോക്കിയേ. പേജ് നമ്പർ 14, 1, 4, 14. ദ മിഡിൽ സൗണ്ട് ഇൻ ഫ്രോഗ്, ഹോപ്പ് ആൻഡ് ഗോട്ട് ഈസ് നോട്ട് ദ സെയിം ആസ് ദ മിഡിൽ സൗണ്ട് ഇൻ ടോഡ്, ഹോപ്പ് ആൻഡ് കോട്ട്. നോക്കിയേ, ഫ്രോഗ്, ഹോപ്പ് ആൻഡ് ഗോട്ടിൻ്റെ മിഡിൽ സൗണ്ട്സും ടോഡ്, ഹോപ്പ് ആൻഡ് കോട്ടിൻ്റെ മിഡിൽ സൗണ്ട്സും എന്താണ്? നോട്ട് സെയിം, ഒരുപോലെയല്ല, സെയിം അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. C1, ലിസ്റ്റ് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ ദ കറക്റ്റ് വോവൽ ഗ്രൂപ്പ്. ലിസ്റ്റ് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ ദ കറക്റ്റ് വോവൽ ഗ്രൂപ്പ്. കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? താഴെ ഒരു ടേബിളും കാണാമല്ലോ. ടേബിൾ കണ്ടല്ലോ. അതിൽ വവൽസ് ഗ്രൂപ്പ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വേർഡ്സിനെ കറക്റ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, നോക്കി ഏതൊക്കെ വേർഡ്സ് ഏതൊക്കെയാണ്? ബോട്ട്, ലോക്ക്, വ്രോട്ട്, വാണ്ട്, ഓണ്ട്, ഫോൺ, ഓൺ, കോസ്റ്റ്, റോപ്പ്, സോപ്പ്. കണ്ടോ? ഇതൊക്കെയാണ് ഈ ബോക്സിൽ തന്നിട്ടുള്ള വേർഡ്സ്. ഇതിനെന്ത് ചെയ്യണം? ഇതിന് വവൽ ഗ്രൂപ്പ്സിൻ്റെ ബേസിസിൽ നമുക്ക് ടേബിൾ ചെയ്യാം. ടീച്ചർ ഫസ്റ്റ് 2 എണ്ണം പറഞ്ഞു തരാം. ബാക്കി എല്ലാവരും സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ടെക്സ്റ്റിൽ എഴുതി നോട്ടിലും എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, ദെൻ ഫസ്റ്റ് നോക്കിയേ. ഫസ്റ്റ് ലോക്ക്. ലോക്ക് നോക്കിയേ, ബോക്സിൽ നിന്ന് ലോക്ക് എടുക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് ടേബിൾ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഏതാ വരുന്നത്? ലോക്ക്, ബോട്ട്, ബോട്ട്. കണ്ടോ? ലോക്ക്, ബോട്ട്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഓൺ, ഫോൺ, ഓൺ, ഫോൺ. നോക്കിയേ, മിഡിൽ സൗണ്ട് O ആണ്. ഇവിടെ നോക്കിയേ, ഓൺ, ഫോൺ. കണ്ടോ? ലോക്ക്, ബോട്ട്, ലോക്ക്. ഇവിടെ മിഡിൽ സൗണ്ട് OA ആണ്. കണ്ടോ? ബോട്ട്. ദെൻ നെക്സ്റ്റ് ഓൺ, ഫോൺ, ഫോൺ, ONE, ഫോൺ. കണ്ടോ? ഫോൺ. നെക്സ്റ്റ് അതേപോലെ ഈ ബോക്സിൽ നിന്ന് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഫൈൻഡ് എ റൈമിംഗ് വേർഡ് ഫ്രം ദ പോയം ടു മാച്ച് ഈച്ച് വേർഡ്. നോക്കിയേ, നമ്മളിപ്പോൾ ഹോപ്പിംഗ് ഫ്രോഗ് പോയം പഠിച്ചായിരുന്നു. അതിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കിയേ, താഴെ ഒരു ചെറിയൊരു ടേബിൾ കണ്ടായിരുന്നോ? നോക്കിയേ, ടേബിളിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സീൻ, അലോൺ, ടു, സീൻ. അതുപോലെ വരുന്ന വേർഡ് പോയത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. സീൻ. ടീച്ചർ ഫസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. സീൻ. അതുപോലെ ഏതാണ് വരുന്നത്? അതേ ഇതിൽ വരുന്നത് ഗ്രീൻ. സീൻ, ഗ്രീൻ. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഗ്രീൻ. ഓക്കെ, ദെൻ എലോൺ, എലോൺ, എലോൺ.
ടു ടു. എലോൺ വരുമ്പോൾ ഏതായിരിക്കും റൈമിംഗ് വേർഡ് നമുക്ക് പോയത്തിൽ നിന്ന് കിട്ടുന്നത്? നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് എഴുതിയേ കേട്ടോ. രണ്ടെണ്ണം എലോണും ടൂവും നിങ്ങൾ വീട്ടിലിരുന്ന് നോട്ടിൽ കണ്ടുപിടിച്ച് എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാല്യൂസ് ആൻഡ് ലൈഫ് സ്കിൽസ്. വാല്യൂസ് ആൻഡ് ലൈഫ് സ്കിൽസ്. What do you learn about the girl from the way she treats the frog and the toad? Write 5 sentences in your note. എന്താണ് പറയുന്നത്? നമ്മളെ പോയത്തിൽ ഗേള് ടോഡിനെയും ഫ്രോഗിനെയും ട്രീറ്റ് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയാണ് പറയുന്നത് ഗേൾ അതിൽ? ഫ്രോഗിനോട് എന്താ പറയുന്നത്? ഞാൻ കല്ലും വടിയോ ഒന്നും എടുത്ത് നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറയുന്നതെല്ലാം നമ്മൾ പഠിച്ചതാണല്ലേ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? ഒരു കുഞ്ഞു കുഞ്ഞു സിമ്പിൾ വേർഡ്സ് ഒക്കെ ചേർത്ത് ഒരു കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ്, ഒരു 5 സെൻറ്റൻസ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മതി കേട്ടോ, എഴുതി നോട്ടിൽ വെക്കുക. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഫൺ ടൈം. Collect some pictures of frogs and paste them in your scrapbook. Write the help of an adult. Find out some interesting fact about frogs and write them in the scrapbook. എന്താണ് നിങ്ങൾക്കുള്ളൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടത്? കുറച്ച് ഫ്രോഗ്സിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് വെട്ടി നമ്മുടെ സ്ക്രാപ്പ് നോട്ടിൽ ഒട്ടിക്കുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ടീച്ചറിനെ അത് കാണിക്കുക. ഓക്കെ, അടുത്തത് നോട്ട് എടുക്കുക. നോട്ടിൽ നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. ഓക്കെ, ലിസ്റ്റ് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ ദ കറക്റ്റ് വവൽ ഗ്രൂപ്പ്. നമ്മൾ ടെക്സ്റ്റിൽ കണ്ടായിരുന്നു. വവൽ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വേർഡ്സിനെ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്ത് എഴുതുക. നോക്കിയേ ബോക്സിൽ ബോട്ട്, ലോക്ക്, ബ്രോഡ്, വോൺ, വോൺ, ഫോൺ, ഓൺ, കോസ്റ്റ്, റോപ്പ്, സോപ്പ്. ഇതിനെന്ത് ചെയ്യണം? ടേബിളായിട്ട് തന്നിട്ടുണ്ട്. ആ ടേബിളിൽ ഫസ്റ്റ് വേർഡ് ടീച്ചർ പറഞ്ഞു തന്നു. ഫസ്റ്റ് 2 എണ്ണം ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏത് വേർഡാണെന്നും പറഞ്ഞു തന്നു. നോക്കൂ, ലോക്ക്, ബോട്ട്, ലോക്ക്, ബോട്ട്. മിഡിൽ സൗണ്ട് ഏതാണ്? ഓ എ, ബോട്ട്, ബോട്ട്. ഓൺ, ഫോൺ, ഓയാണ് മിഡിൽ സൗണ്ട്. ഓക്കെ, ഓൺ, ഫോൺ, ഓൺ, ഫോൺ. നെക്സ്റ്റ് ബാക്കി നിങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതി നോട്ടിൽ നീറ്റായിട്ട് എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി, ഫൈൻഡ് എ റൈമിംഗ് വേർഡ് ഫ്രം ദ പോയം ടു മാച്ച് ഈച്ച് വേർഡ്സ്. നമ്മുടെ ഹോപ്പിംഗ് ഫ്രോഗ് പോയത്തിൽ റൈമിംഗ് വേർഡ്സ് ഉണ്ട്. ദെൻ ഇവിടെ തന്നിട്ടുള്ളത് സീനാണ്. അപ്പം എന്താണ് നമ്മുടെ പോയത്തിൽ ഏതാണ് റൈമിംഗ് വേർഡ് ഈ സീനിന് മാച്ച് ആവുന്നത്? സീൻ. അതുപോലെ വരുന്ന ഏതാണ്? ഗ്രീൻ. സീൻ, ഗ്രീൻ. ഒരുപോലെയല്ലേ വരുന്നത്? സീൻ, ഗ്രീൻ. ഓക്കെ, അതിനുശേഷം എലോൺ, എലോൺ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മക്കളെല്ലാവരും ടെക്സ്റ്റിൽ പോയം നോക്കി പോയം ഫസ്റ്റ് വായിച്ച് നോക്കുക നല്ലതുപോലെ. ശേഷം എലോൺ, അതിന് റൈമിംഗ് വേർഡായിട്ട് വരുന്നത് ഒരുപോലെ വരുന്ന ഏത് വേർഡാണോ അത് താഴെ എഴുതുക. നെക്സ്റ്റ് ടു, ടു. അതുപോലെ നോക്കുക, കറക്റ്റായിട്ടുള്ള വേർഡ് എടുത്ത് അതിൻ്റെ താഴെ എടുത്ത് എഴുതുക. ഓക്കെ, Okay, my dear children. സുഖമാണോ? ഫൈൻ. ഓക്കെ, നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എന്ത് പഠിച്ചു? അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അല്ലേ? അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് പഠിച്ചു. ദെൻ ടുഡേ അതിൻ്റെ കണ്ടിന്യൂഷൻ ബ്രീത്തിങ് ആണ് പഠിക്കേണ്ടത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയുണ്ടോ? എന്തൊക്കെ പഠിച്ചു? മൂവ്മെന്റ്സ് അല്ലേ? അനിമൽസ് ആൻഡ് പ്ലാന്റ്സിന്റെ മൂവ്മെന്റ്സ് അതിനു മുമ്പേ തന്നെ മനസ്സിലാക്കിയിരുന്നു. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും അല്ലേ? അത് പഠിച്ചു. പിന്നെ സിമിലാരിറ്റീസും പിന്നെ ഡിഫറൻസസ് ഇതെല്ലാം പഠിച്ചു. അത് കഴിഞ്ഞ് മൂവ്മെന്റ്സ്, അനിമൽസും പ്ലാന്റ്സിന്റെ മൂവ്മെന്റ്സ്. പിന്നെ അതിൽ തന്നെ ഒരു പുതിയ വേർഡ് പഠിച്ചു, ലോക്കോമോഷൻ. എന്താണ് ലോക്കോമോഷൻ? എന്താണ് ലോക്കോമോഷൻ? എന്താണ്? അനിമൽസ് ഫുഡ് മേക്ക് ചെയ്യില്ല അല്ലേ? എന്താണ് അവര് ഹിയർ ആൻഡ് ദയർ സെർച്ച് ഫുഡ് ഫോർ ഹിയർ ആൻഡ് ദയർ. ദാറ്റ് എബിലിറ്റി. എന്തിനൊക്കെയാണ് അവർ ഹിയർ ആൻഡ് ദയർ സെർച്ച് ചെയ്യുന്നത്? ഫുഡ്, വാട്ടർ ആൻഡ് ഷെൽട്ടർ അല്ലേ? എബിലിറ്റിയാണ്. അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റിയെ പറയുന്നതാണ് ലോക്കോമോഷൻ. ലോക്കോമോഷൻ എന്ന വേർഡ് നമ്മൾ പഠിച്ചു. ദെൻ പ്ലാന്റ്സിന് ലോക്കോമോഷൻ ഇല്ല അല്ലേ? യെസ്,
പ്ലാന്റ്സിന് ലോക്കോമോഷൻ ഇല്ല. ഓക്കെ, ദെൻ പഠിച്ചു ന്യൂട്രീഷൻ പഠിച്ചു. ന്യൂട്രീഷൻ എന്തൊക്കെ പഠിച്ചു? എന്തൊക്കെ ന്യൂട്രീഷൻ പഠിച്ചു? പോഷകാഹാരം എന്തൊക്കെയാണ്? അനിമൽസ് എന്താണ്? അനിമൽസ് പ്ലാന്റ്സിന് പ്ലാന്റ്സിനെ ഫുഡാക്കുന്ന അനിമൽസ് ഉണ്ട്. ദെൻ അനിമൽസിനെ തന്നെ ഭക്ഷിക്കാറുണ്ട്. അത് വായിച്ചല്ലോ, അത് പഠിച്ചു ന്യൂട്രീഷൻ. പിന്നെ പ്ലാന്റ്സ് എന്തൊക്കെയാണ്? പ്ലാന്റ്സ് അവരുടെ ഫുഡ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ, സൺലൈറ്റ്, അല്ലേ? എയർ, സൺലൈറ്റ്, വാട്ടർ, ഇതൊക്കെയാണ് പ്ലാന്റ്സ്. സോയിലിൽ നിന്നും മണ്ണിൽ നിന്നും വലിച്ചെടുത്ത് അബ്സോർവ് ചെയ്യുന്നതാണ് അവർ പ്ലാന്റ് ഫ്ലോറിൽ നിൽക്കുന്നത്, മണ്ണിനടി വലിച്ച് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ലോക്കോമോഷൻ ഇല്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, ടുഡേ ഐ ടീച്ച് യു ബ്രീത്തിങ്. എന്താണ്? ബ്രീത്തിങ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ആ ബ്രീത്തിങ് എന്ന് പറയുന്ന നമ്മുടെ പോർഷൻ ടെക്സ്റ്റ് പേജ് നമ്പർ 92 ആണ്. ആ പോർഷൻസിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അതിൽ ഹാർവേഴ്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടെക്സ്റ്റ് നോക്കണ്ട, ബോർഡിലോട്ട് നോക്കുക. ടീച്ചർ വായിക്കാം, ഹാർവേഴ്സ് വായിക്കാം, എന്നിട്ട് നമുക്കത് നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, ശ്രദ്ധിക്കൂ. ഓക്കെ children, look at the blackboard. Animals and plants. എന്താണ്? ഫസ്റ്റ് ഹാർവേഴ്സിൽ ഏതാണ്? ബ്രീത്തിങ്, ലങ്സ്, ഗിൽസ്, സ്റ്റൊമാറ്റ. നമുക്ക് ടെക്സ്റ്റിൽ കൂടെ കൂടുതലായിട്ട് പഠിക്കും. പുതിയ വേർഡാണ് സ്റ്റൊമാറ്റ, ഗിൽസ്, കേട്ടോ. ലങ്സ്, ബ്രീത്തിങ്. ദെൻ സറൗണ്ടിങ്, സർഫസ്. എന്താണ്? സറൗണ്ടിങ്, സർഫസ്. Once more, breathing, lungs, gills, stomata, surrounding, surface. Okay, നമുക്കിനി ടെക്സ്റ്റ് വായിക്കാം. Take your text. Okay children, ടെക്സ്റ്റ് നോക്കുക. എല്ലാവരും ടെക്സ്റ്റ് വായിക്കാൻ പോവുകയാണ് കേട്ടോ. ബ്രീത്തിങ് എന്താണ്? ബ്രീത്തിങ്, BREATHING, breathing. Animals like tigers, whales, monkeys, etc. breathe through their lungs. Animals ആരൊക്കെയാണ്? ടൈഗേഴ്സ്, വൈൽസ്, മങ്കീസ്, എക്സെട്ര. അവർ ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ലങ്സ്. ശ്വസിക്കുന്നത് എങ്ങനെയാണ്? ലങ്സ് വഴിയാണ് കേട്ടോ. ഓക്കെ, ഫിഷ് ബ്രീത്ത് ത്രൂ ദെയർ ഗിൽസ്. ഫിഷ് ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗിൽസ് വഴിയാണ്. അതായത് നോക്കുക, ലുക്ക് ദിസ് പിക്ചർ. ഗിൽസ് ഇൻ ഫിഷ്. കണ്ടോ? എവിടെയാണെന്ന് കണ്ടോ? ഫിഷിനെ നോക്കി, ഒരു ഫിഷ് കണ്ടല്ലോ. ആ ഫിഷിൽ ഗിൽസ് കണ്ടോ? ഗിൽസ് എവിടെയാണ്? വീട്ടിൽ അമ്മയോട് പറയണം. ഫിഷ് മേടിച്ചിട്ടേ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക്, ഫിഷ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ചോദിക്കണം, ഇതിൻ്റെ ഗിൽസ് എവിടെയാണെന്ന് കാണിച്ചു തരാൻ പറയണം. ഫേസിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഗിൽസ് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു റെഡ് കളറിൽ കാണപ്പെടുന്ന ഒന്നാണ് ഗിൽസ്. ഓക്കെ, ദെൻ ഫ്രോഗ്സ് ബ്രീത്ത് ത്രൂ ദെയർ ലങ്സ് ആൻഡ് സ്കിൻ. ഫ്രോഗ്സ് ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ദെയർ ലങ്സ് ആൻഡ് സ്കിൻ. ലങ്സിലൂടെയും സ്കിന്നിലൂടെയാണ് ഫ്രോഗ്സ് ബ്രീത്ത് ചെയ്യുന്നത്. ആൻഡ് ഇൻസെക്ട്സ് ലൈക്ക് ബട്ടർഫ്ലൈസ്, കോക്രോച്ചസ് have tiny holes, ചെറിയ ഹോൾ അവരുടെ ബോഡിയിലുണ്ട്, ഓൺ ദിയർ ബോഡീസ്, വിച്ച് ഹെൽപ്പ് ദം ടു ബ്രീത്ത്. ആ ബോഡിയിലുള്ള ടൈനി ഹോൾസ് വഴിയാണ് ഈ ഇൻസെക്ട്സ് ബ്രീത്ത് ചെയ്യുന്നത്. പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ സ്മോൾ ഓപ്പണിങ്സ് കോൾഡ് സ്റ്റൊമാറ്റ പ്രസൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദെയർ ലീവ്സ്. എന്താണ്? ലീഫ്, ഈ ഇലകളുടെ പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലകളുടെ ചെറിയ ഒരു ഓപ്പണിങ്സ് ഉണ്ട്, സ്മാൾ ഓപ്പണിങ്സ്. അതാണ് പുതിയ ഒരു ന്യൂ വേർഡാണ് കേട്ടോ. പ്ലീസ് ലിസൺ. സ്റ്റൊമാറ്റ. എന്താണ്? സ്റ്റൊമാറ്റ, STOMATA, സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത്. ആ സ്മാൾ ഓപ്പണിങ്സിലൂടെയാണ് പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നത്. ദെൻ ലുക്ക് ദിസ് പിക്ചർ. കണ്ടല്ലോ, നോക്കിയേ.
പ്ലാന്റ്സ്. ഇത് ഇപ്പോൾ നമുക്ക് കാണാൻ സ്മോളായിട്ട്, നമ്മുടെ ഇപ്പോൾ ഒരു ലീഫ് എടുത്ത് നോക്കിയാൽ അത് കാണത്തില്ല, സ്മോളായിട്ട് കാണുന്ന ഒരു ഓപ്പണിങ്സ് ആണ് കേട്ടോ. മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയാലൊക്കെ കാണാൻ കഴിയുള്ളൂ. ഓക്കെ, അതിനെ പറയുന്നത് എന്താണ്? സ്റ്റൊമാറ്റ. ദെൻ reproduction. Animals either give birth to their young ones or lay eggs from which the young ones hatch out. Animals എങ്ങനെയാണ് give birth to their young ones? എങ്ങനെയാണ് give birth? Animals give birth, animals either give birth to their young ones. Animals ഒന്നുകിൽ give birth and young ones or lay eggs from which the young ones hatch out. അല്ലെങ്കിലോ lay eggs to ones hatch out. Most plants produce seeds. ഒട്ടുമിക്ക പ്ലാന്റ്സും എങ്ങനെയാണ് പ്രൊഡക്ഷൻ? സീഡ്സ് വഴിയാണ്. എന്താണ്? ഓൺ ദ വേ ഓഫ് സീഡ്സ്. വെൻ സോൺ, എപ്പോഴാണോ വിതയ്ക്കുന്നത്, ആ സീഡ്സ് എടുത്ത് വിതയ്ക്കുന്നത് എപ്പോഴാണ്, അപ്പോൾ ദീസ് സീഡ്സ് ഗിവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ് ഉണ്ടാകുന്നു. There are some plants which grow from a part of the plant like stem or roots. There are some plants, അങ്ങനെ there are some plants which grow from a part of the plant. കുറച്ച് പ്ലാന്റ്സ് വിച്ച് ഗ്രോ, എങ്ങനെയാണ് വളരുന്നത്? ആ പാർട്സ് ഓഫ് പ്ലാന്റ്സ് സ്റ്റെം ഓർ റൂട്ട്, സ്റ്റെമ്മിൻ്റെയോ റൂട്ടിൻ്റെയോ, സ്റ്റെമ്മിൽ നിന്നോ പുതിയ പ്ലാന്റ് വളരുന്നു. ഫോർ എക്സാമ്പിൾ പറയുന്നു, റോസ് പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ സ്റ്റെം. എന്താണ്? നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിലുള്ളതാണ്. റോസ് പ്ലാന്റ്സ് എവിടെ നിന്നാണ് വരുന്നത്? റോസ് പ്ലാന്റ്സ് സ്റ്റെമ്മിൽ നിന്ന്. റോസ് പ്ലാന്റ്സിൽ നിന്നും സ്റ്റെം വഴിയും ന്യൂ പ്ലാന്റ് ഉണ്ടാകുന്നു അല്ലേ? യെസ്. ദെൻ സ്വീറ്റ് പൊട്ടാറ്റോസ് ഗ്രോ ഫ്രം ദ റൂട്ടിൽ നിന്നുണ്ടാകുന്നത് സ്വീറ്റ് പൊട്ടാറ്റോസ്. സെൻസ് ഓർഗൻസ്. പ്ലീസ് ലിസൺ. സെൻസ് ഓർഗൻസ്. Animals have sense organs. Skin, sense organs അറിയാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, animals have sense organs. Skin, ears, eyes, nose and tongue. They use these sense organs to feel and respond to changes in their surroundings. എന്താണ്? അനിമൽസ് യൂസ് ദീസ് സെൻസ് ഓർഗൻസ് വെച്ച്, പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് എങ്ങനെയൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അവർ എങ്ങനെയൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ടു ചേഞ്ചസ് ഇൻ, അവരുടെ ചുറ്റുപാടിൽ നിന്നും അനിമൽസ് സെൻസ് ഓർഗൻസ് വഴിയാണ് അവർ ഫീൽ ചെയ്യുന്നത്. പ്ലാന്റ്സ് ഓൾസോ റെസ്പോണ്ട് ടു ദെയർ സറൗണ്ടിങ്സ് ബട്ട് ദേ ഡു നോട്ട് ഹാവ് സെൻസ് ഓർഗൻസ്. പ്ലാന്റ്സ് എന്താണ്? ഓൾസോ റെസ്പോണ്ട്, സറൗണ്ടിങ്സിനെ റെസ്പോണ്ട് ചെയ്യുന്നു, പക്ഷേ ദേ ഡു നോട്ട് ഹാവ് സെൻസ് ഓർഗൻസ്. Okay, take your notebook and take a pencil, write. First, day and date. Okay. Breathing. B-R-E-A-T-H-I-N-G. Breathing. Lungs. L-U-N-G-S. Lungs. Gills. G-I-L-L-S. Gills. Stomata. S-T-O-M-A-T-A. Stomata. Surrounding. S-U-R-R-O-U-N-D-I-N-G. Surrounding. Surface. S-U-R-F-A-C-E. Surface. Okay children. ഈ ഹാർഡ് വേർഡ്സ് എല്ലാം നീറ്റായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരിക കേട്ടോ. ഓക്കെ, ബൈ. നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സ് ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എക്സ്പാൻഡഡ് ഫോംസ് ഒക്കെ ഒരുപാട് ചെയ്തായിരുന്നു. നോട്ടിലും ടെക്സ്റ്റിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. ടീച്ചർ എല്ലാം കണ്ടായിരുന്നു, ചെയ്തതെല്ലാം നന്നായിട്ടുണ്ട്. ദെൻ നമുക്കിന്ന് വേറൊരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. ഓക്കെ, ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. ഓൾ ഓഫ് യു എല്ലാവരും നോക്കി, ഇങ്ങോട്ട് ബോർഡിലേക്ക് നോക്കൂ.
Estimate the following sums by rounding off the addends as mentioned. നോക്കിയേ താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന്റെ എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്, എല്ലാം ആഡ് ചെയ്യാനാണ്. ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നിയറസ്റ്റ് 100 കണ്ടുപിടിക്കണം. നിയറസ്റ്റ് 100 കണ്ടുപിടിക്കണം. നമുക്കറിയാം 1s ഉം 10s ഉം 100 ഒക്കെ നമുക്ക് നന്നായിട്ട് പ്ലേസ് വാല്യൂസ് ഒക്കെ നന്നായിട്ട് നമുക്കറിയാം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിയറസ്റ്റ് 100 എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കിയേ. ഫസ്റ്റ് വൺ 4627 ആണ് അല്ലേ. 4627 അതിനെ നമുക്ക് നിയറസ്റ്റ് 100 കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് താഴെ എഴുതുക 4627. നോക്കിയേ 4627 100ന്റെ പ്ലേസിൽ നോക്കൂ 627. then 627 എന്ന് പറയുന്നത് 600ന്റെ അടുത്തായിട്ട് വരുന്ന ഡിജിറ്റ്സ് ആണ് അല്ലേ. 600ന്റെ അടുത്തായിട്ട് വരുന്ന ഡിജിറ്റ് ആണ്. then ഇവിടെ ഒരു 55 എന്നോ 56 എന്നൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് പിന്നെ നിയറസ്റ്റ് നമ്മൾ നോക്കേണ്ടത് 700 എന്ന് നമുക്ക് എഴുതായിരുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ എന്താണ് 627 എന്നാണ്. 27 എന്ന് പറയുന്നത് 600ന്റെ നിയറസ്റ്റ് ആയിട്ട് അടുത്തായിട്ട് വരുന്ന ഒരു ഡിജിറ്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് റൗണ്ട് ചെയ്ത് എങ്ങനെ എഴുതാം? 4600 എന്ന് നമുക്ക് എഴുതാം. then നോക്കിയേ അടുത്ത നമ്പർ, അടുത്ത ഡിജിറ്റ് നോക്കിയേ 3781. നോക്കൂ 781 നോക്കൂ 700 കഴിഞ്ഞ് 81 എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ് അല്ലേ. 81 എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ് 700ന്റെ. അപ്പോൾ നെക്സ്റ്റ് കുറച്ചുകൂടി പോയാൽ നമ്മൾ 800 എത്തും അല്ലേ. 800ന്റെ അടുത്തെത്താറായി അല്ലേ. നമുക്ക് എങ്ങനെയാണ് റൗണ്ട് ചെയ്ത് എഴുതാൻ കഴിയുക? 3800 എന്ന് എഴുതാം. 3800 എന്ന് നമുക്ക് എഴുതാൻ കഴിയും അല്ലേ. നെക്സ്റ്റ് നോക്കിക്കേ 1250. അതിന്റെ നിയറസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കിയേ. 215 ആണ്. 200ന്റെ അടുത്തായിട്ടാണ് 15 വരുന്നത് അല്ലേ. 200ന്റെ നിയർ ആയിട്ടാണ് 15 വരുന്നത്. അപ്പൊ നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതാൻ കഴിയുന്നത്? 1200 എന്ന് നമുക്ക് എഴുതാൻ കഴിയും. then എന്ത് ചെയ്യുക? നമ്മൾ റൗണ്ട് ചെയ്തെടുത്ത ഡിജിറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക. കറക്റ്റ് പ്ലേസ് വാല്യൂ 1s 10s 100 ഓർഡറിൽ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ അങ്ങനെയായിരിക്കണം എഴുതേണ്ടത്. അങ്ങനെ എഴുതിയ ശേഷം നമുക്ക് എന്ത് ചെയ്യുക? ആഡ് ചെയ്യാനൊക്കെ അറിയാലോ. then ആഡ് ചെയ്യുക 000 വാല്യൂ നോക്കൂ. then നോക്കൂ എങ്ങനെയാണ് നോക്കിയേ. ആൻസർ എന്താ കിട്ടുക? ആൻസർ എന്താ കിട്ടും? 9600 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 9600 ആണ്. ഓക്കെ ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 65 എടുത്തേ എല്ലാവരും. ടെക്സ്റ്റ് പേജ് നമ്പർ 65 65 എടുത്തല്ലോ. then നോക്കിയേ തേർഡ് ക്വസ്റ്റ്യൻ എസ്റ്റിമേറ്റ് ദ ഫോളോയിങ് സംസ് ബൈ റൗണ്ടിങ് ഓഫ് ഓൾ ആഡഡ് ആസ് മെൻഷൻഡ്. ഇപ്പം ബോർഡിൽ നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതെങ്ങനെയാണ് ചെയ്യുക എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ടീച്ചർ ഒന്നുകൂടി പറഞ്ഞു തരാം. ശേഷം നിങ്ങളെല്ലാവരും നോട്ടിൽ നീറ്റായിട്ട് സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ നോക്കിയേ 4627 പ്ലസ് 3781 പ്ലസ് 1215 ഇത് ഇത്രയും കൂടിയാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. ആഡ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നിയറസ്റ്റ് 100 നമ്മൾ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ആ നമ്പേഴ്സ് 3 കൂടി 3 നമ്പേഴ്സ് എല്ലാ ഡിജിറ്റ്സ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ ആഡ് ചെയ്ത ആൻസർ നോട്ടിൽ നീറ്റ് എഴുതുക. നെക്സ്റ്റ് നോക്കി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ കണ്ടല്ലോ. അതിന് നിയറസ്റ്റ് 1000 ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പോൾ 100 കണ്ടുപിടിച്ചതുപോലെ നിയറസ്റ്റ് 1000ഉം എല്ലാവരും നോട്ടിൽ കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ സ്റ്റെപ്പ് പ്രോബ്ലമാണ്. നമ്മൾ ഒരു പ്രോബ്ലം തരും. അതിൻ്റെ സ്റ്റെപ്പുകൾ എഴുതി നമ്മൾ മാത്സ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. ദെൻ നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ ദേവേഷ് ഡിപ്പോസിറ്റഡ് 4550 rupees in his account on Monday. He deposited
2,765 on Wednesday and 3,096 on Friday. How much money did he deposit in his account by Saturday? എന്താണ് ക്വസ്റ്റ്യൻ? ദേവേഷ് എന്താണ് ബാങ്ക് അക്കൗണ്ടിലോട്ട് എത്ര രൂപ നിക്ഷേപിച്ചു? 4,550 rupees മൺഡേ ഡിപ്പോസിറ്റ് ചെയ്തു. ദെൻ നോക്കി, ഹി ഡിപ്പോസിറ്റഡ് 2,765 on വെനസ്ഡേ ദേവേഷ് ഡിപ്പോസിറ്റ് ചെയ്തതാണ് 2,765 rupees. ദെൻ നോക്കിയേ 3,096 rupees on ഫ്രൈഡേ ദേവേഷ് ഫ്രൈഡേ എത്ര രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്തത്? 3,096 rupees. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മണി ഡിഡ് ഹി ഡിപ്പോസിറ്റ് ഇൻ ഹിസ് അക്കൗണ്ട് ബൈ സാറ്റർഡേ? അപ്പോൾ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? സാറ്റർഡേ ദിവസം ദേവേഷ് എത്ര രൂപയാണ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തതെന്നാണ് നമ്മൾ. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതണം. ഓക്കെ, എങ്ങനെയാണ് സ്റ്റെപ്പ് എഴുതാനുള്ളതെന്ന് ടീച്ചർ പറഞ്ഞു തരാം. എങ്ങനെയാണ് നോക്കിയേ. മണി ഡിപ്പോസിറ്റഡ് ഓൺ മൺഡേയിൽ ദേവേഷ് ഡിപ്പോസിറ്റ് ചെയ്തത് എത്ര രൂപയാണ്? മണി ഡിപ്പോസിറ്റഡ് ഓൺ മൺഡേ എത്ര രൂപയാണ്? 4,550 rupees. 4,550 rupees ആണ് മൺഡേ ഡിപ്പോസിറ്റ് ചെയ്തത്. ദെൻ നോക്കൂ, മണി ഡിപ്പോസിറ്റഡ് ഓൺ വെനസ്ഡേ എത്ര രൂപയാണ്? 2,765 rupees. ദെൻ മണി ഡിപ്പോസിറ്റഡ് ഓൺ ഫ്രൈഡേ 3,096 rupees. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞു. ഇനി ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം. ടോട്ടൽ എന്ന് പറയുന്നത് സാറ്റർഡേ ദിവസം ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ എന്താ ചെയ്യുക? സ്റ്റെപ്പ് എഴുതിയതിന് ശേഷം പ്ലേസ് വാല്യൂ അനുസരിച്ച് ആ ഡിജിറ്റ്സ് എല്ലാം എടുത്ത് എഴുതിയതിന് ശേഷം പ്ലസ് ചെയ്യുക, ആഡ് ചെയ്ത് എമൗണ്ട് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് എന്താണ് സ്റ്റെപ്പിൽ എഴുതാനുള്ളത്? ക്ലോസ് ചെയ്യുമ്പോൾ ദേവേഷ് ഡിപ്പോസിറ്റഡ് എത്ര രൂപയാണ്? നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്? അതാണ് സാറ്റർഡേ ദേവേഷ് ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്. അത് എടുത്തെഴുതുക. മനസ്സിലായോ? ദെൻ ഓക്കെ, എല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് ടേക്ക് യുവർ നോട്ട്ബുക്സ്. ദെൻ ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മളിപ്പോൾ ബോർഡിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നോട്ടിൽ നീറ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒന്നുകൂടി പറഞ്ഞു തരുവാണ്. നോക്കിക്കോളൂ. എസ്റ്റിമേറ്റ് ദ ഫോളോയിങ് സംസ് ബൈ റൗണ്ടിങ് ഓഫ് ദ ആഡൻസ് ആസ് മെൻഷൻഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ. 4,627 പ്ലസ് 3,781 പ്ലസ് 1,250 തന്നിട്ടുണ്ട്. ഇതിന് ആദ്യം നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്? റൗണ്ട് നിയർ ബൈ 100, നിയറസ്റ്റ് 100 നമ്മൾ ഓരോ ഓരോ ഡിജിറ്റ്സിൻ്റെ ഓരോ പേരിൻ്റെയും കണ്ടുപിടിക്കുക. ദെൻ എന്ത് ചെയ്യുക? അത് വെച്ചിട്ട് നിയറസ്റ്റ് 100 കണ്ടുപിടിച്ചിട്ട് അതിനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എമൗണ്ട് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് നിയറസ്റ്റ് 100 ആണ്, ഇത് 1000ൻ്റെ നമ്മൾ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. 1000ൻ്റെ ആയിരിക്കും. പ്ലേസ് വാല്യൂ നോക്കുക, 1s 10s 100 1000 നോക്കുക. എന്നതിന് ശേഷം അതുപോലെ തന്നെ നിയറസ്റ്റ് 1000s കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നിയറസ്റ്റ് 1000 കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് എഴുതുക. ദെൻ നമ്മൾ അതിന് ശേഷം നോക്കിയത് ഒരു സ്റ്റെപ്പ് പ്രോബ്ലമാണ്. ഡിപ്പോസിറ്റഡ് കാൽക്കുലേഷൻ വാല്യൂസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതുപോലെ ടീച്ചർ ഒരു ഹോംവർക്കാണ് ഇട്ടേക്കുന്നത്. ടീച്ചർ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. സ്നേഹ ഡിപ്പോസിറ്റഡ് 4,250 in his account on Monday. She deposited 2,480 on Wednesday and 3,125 on Friday. How much money did he deposit in his account by Saturday? Okay? ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം എല്ലാവരും സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ സ്റ്റെപ്പ് എഴുതുക. സ്റ്റെപ്പ് എഴുതാൻ എങ്ങനെയെന്ന് അറിയാമല്ലോ. മണി ഡിപ്പോസിറ്റഡ് ഓൺ മൺഡേ ദിവസം ഡിപ്പോസിറ്റ് ചെയ്ത് എത്ര രൂപയാണ് എന്ന് ക്വസ്റ്റ്യനിൽ എടുത്തെഴുതുക. നെക്സ്റ്റ് അതുപോലെ ഡിപ്പോസിറ്റഡ് ഓൺ വെനസ്ഡേ എത്ര രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്തതെന്ന് എഴുതുക. മണി ഡിപ്പോസിറ്റഡ് ഓൺ ഫ്രൈഡേ. അങ്ങനെ മൂന്ന് സ്റ്റെപ്പ് എഴുതിയതിന് ശേഷം ടോട്ടൽ മണി ഇൻ അക്കൗണ്ട് ബൈ സാറ്റർഡേ ആവുമ്പോൾ എത്ര ഡിപ്പോസിറ്റാണ് ചെയ്തതെന്നുള്ള എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, എല്ലാവരും നോട്ടിൽ സ്വന്തമായിട്ട് തന്നെ എഴുതി ടീച്ചറിന് നോട്ട്സ് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ.